നിയമവ്യവഹാരങ്ങളിലെ AI ടൂളുകളുടെ ഉപയോഗത്തിൽ ജുഡീഷ്യൽ ഓഫീസർമാർക്കും ജീവനക്കാർക്കും ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ അംഗീകരിച്ച AI ടൂളുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കോടതി. വ്യവഹാരങ്ങളിൽ തീരുമാനമെടുക്കാനും വിധിന്യായങ്ങൾ തയ്യാറാക്കാനും AI ഉപയോഗിക്കരുത്. അംഗീകാരമില്ലാത്ത AI ടൂളുകളിലേക്ക് കേസ് വിവരങ്ങളോ വ്യക്തിവിവരങ്ങളോ നൽകരുതെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇത് സംബന്ധിച്ച് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്? സുരേഷ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി പുറത്തിറക്കിയിട്ടുള്ളത്. ഉത്തരവുകളിലടക്കം, അതായത് കോടതിയുടെ ഉത്തരവുകളിൽ AI ടൂളുകൾ ഉപയോഗിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ജുഡീഷ്യൽ ഓഫീസർമാർ, അതായത് ജില്ലാ കോടതികളിലെ ജഡ്ജിമാർ, ജീവനക്കാർ തുടങ്ങിയവർക്കാണ് ഹൈക്കോടതി ഇപ്പോൾ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ അംഗീകരിച്ച AI ടൂളുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. അംഗീകാരമില്ലാത്ത AI ടൂളുകളിലേക്ക് കേസിന്റെ വിവരങ്ങളോ മറ്റ് വ്യക്തി വിവരങ്ങളോ നൽകുന്നതിന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ മറ്റൊരു നിർദ്ദേശം. അതുമാത്രമല്ല, അംഗീകാരമുള്ള AI ടൂളുകൾ വഴി ലഭിക്കുന്ന വിവരങ്ങൾ അത് യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് കൂടി ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിഭാഷകളും പരിശോധിക്കണം, അതായത് ചാറ്റ് GPT അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിഭാഷകളും പരിശോധിക്കണമെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വ്യവഹാരങ്ങളിൽ തീരുമാനം എടുക്കാനും ഇടക്കാല ഉത്തരവുകൾക്കും വിധിന്യായങ്ങൾ തയ്യാറാക്കാനും ഒരു ഘട്ടത്തിലും AI ഉപയോഗിക്കരുതെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഉപയോഗിക്കുന്ന AI ടൂളുകളിന്മേൽ സമയബന്ധിതമായിട്ടുള്ള ഓഡിറ്റ് നടത്തണം. ജുഡീഷ്യൽ അക്കാദമിയും ഹൈക്കോടതിയും ജീവനക്കാർക്കായിട്ട് ഇത് സംബന്ധിച്ച് പ്രായോഗിക തലത്തിൽ ഒരു പരിശീലനം നൽകണം. AI ടൂളുകൾ സാധാരണ രീതിയിൽ ഉപകാരപ്രദമാണെങ്കിലും മറ്റു ചില പോരായ്മകൾ അവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ അവ ഉപയോഗിക്കുന്നതിന് ചില കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വേണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.